ഫ്രണ്ട്സ്, ഇസ് ആൻഡ് ക്രിയേഷൻസ് ബൈ താഹി എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ത്രെഡ് വെച്ചിട്ടും ബീഡ്സ് വെച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിൾ എംബ്രോയ്ഡറിയാണ് കേട്ടോ ചെയ്യുന്നത്. നല്ല വൈഡായിട്ടുള്ള റൗണ്ട് നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴത്തായിട്ട് കുറച്ച് റൗണ്ട്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ റൗണ്ട്സിലൊക്കെ നമുക്ക് റിംഗ് നോട്ട് ഫ്ലവേഴ്സാണ് ചെയ്യേണ്ടത് കേട്ടോ. ബാക്കി വരുന്ന ഏരിയസിൽ നമുക്ക് സ്റ്റെംസും ലീവ്സും കട്ട് ബീഡ്സ് വെച്ചാണ് ചെയ്ത് പോരേണ്ടത്. സെൻറ്ററിൽ ഗോൾഡൻ ബീഡും വെക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ പാറ്റേൺ വരുന്നത്. അപ്പോൾ ഞാനിത് കറക്റ്റ് നമ്മുടെ മെറ്റീരിയലിലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തൊക്കെ മെറ്റീരിയൽസാണ് ആവശ്യമെന്ന് നോക്കാവേ. അപ്പോൾ ഈ വർക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ 3 കളർ ത്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. ലൈറ്റ് പിങ്ക്, ഡാർക്ക്, പിന്നെ ഒരു ഗ്രീൻ, അങ്ങനെ 3 ഷെയ്ഡ് ത്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഗോൾഡൻ റൗണ്ട് ബീഡ്സ്, ആൻറ്റിക്കിൻ്റെ കട്ട് ബീഡ്സ്, പിന്നെ ബീഡ്സ് കോർക്കാൻ പറ്റിയ നീഡിൽ നമ്പർ 12 ആണ് കേട്ടോ. ഇത് പിന്നെ നമുക്ക് എംബ്രോയ്ഡറി ചെയ്യാൻ പറ്റിയ ഹോൾ വലിപ്പമുള്ള നീഡിൽ. ഇത്രയും മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ മെറ്റീരിയലിൽ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ റൗണ്ടഡ് പോർഷനിൽ നമുക്ക് റിംഗ് നോട്ട് ഫ്ലവേഴ്സാണ് ചെയ്യേണ്ടത്. വീഡിയോ കറക്റ്റ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. സെൻറ്ററിലൊരു ഗോൾഡൻ ബീഡ്, അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ ഒരു 5 or 6 പെറ്റിലുള്ള റിംഗ് നോട്ട് ഫ്ലവർ, അത്രയും നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. കണ്ടോ? അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് റിംഗ് നോട്ട് ഫ്ലവേഴ്സ് ചെയ്തെടുക്കേണ്ടത്. സെൻറ്ററിലായിട്ടൊരു ഗോൾഡൻ ബീഡും ഫിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെയാണ് ബാക്കിയുള്ള എല്ലാ ഫ്ലവേഴ്സും ചെയ്തെടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ റിംഗ് നോട്ട് ഫ്ലവേഴ്സും ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ലൈൻസ് ഉള്ള പോർഷനിൽ നമുക്ക് കട്ട് ബീഡ് വെച്ച് കൊടുക്കാം. ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് കട്ട് ബീഡ് വെച്ച് കൊടുക്കാം. പിന്നെ നമുക്കിതുപോലെ 3 കട്ട് ബീഡ് വീതം നമുക്ക് ലീഫും ചെയ്തെടുക്കാവേ.
ഓക്കെ, അപ്പോൾ കണ്ടല്ലോ, ഇതുപോലെയാണ് നമുക്ക് ഫുള്ള് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. നമ്മുടെ ഫ്ലവേഴ്സ്, റിംഗ് നോട്ട് ഫ്ലവേഴ്സ്, സ്റ്റെംസ്, ലീവ്സ് ഇതുപോലെ തന്നെയാണ് നമുക്ക് നെക്ക് റൗണ്ട് ഫുള്ള് ചെയ്തെടുക്കേണ്ടത്. നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാ ഇതുപോലെയാണ് വരുന്നത്. 3 കളറിൽ റിംഗ് നോട്ട് ഫ്ലവേഴ്സ് ചെയ്തിട്ടുണ്ട്. ആൻറ്റി ഗോൾഡ് വെച്ചിട്ടുപോലെ സ്റ്റെംസും ലീവ്സും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേ സെയിം വർക്ക് തന്നെ നമുക്ക് വേണമെങ്കിൽ 2 സ്ലീവിലും ചെയ്തെടുക്കാവേ. നല്ല ഭംഗിയുള്ളൊരു വർക്കാണ്. വളരെ ഈസി ആയിട്ട് ബിഗിനേഴ്സിന് പോലും ചെയ്തെടുക്കാം. റിംഗ് നോട്ട് ഫ്ലവേഴ്സ് ചെയ്യാൻ പ്രാക്ടീസ് ഉണ്ടായിരുന്നാൽ മാത്രം മതി കേട്ടോ. നമ്മുടെ മെറ്റീരിയൽ ഒന്നിരിക്കുന്ന ജോർജറ്റ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരും വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.